കൊട്ടിയൂർ വൈശാഖ മഹോത്സവവും അനുബന്ധ ചടങ്ങുകളും സംബന്ധിച്ച 9ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കൊട്ടിയൂർ ഉത്സവത്തിന് തിരിതെളിഞ്ഞിരിക്കുന്നു. ജൂൺ 6-ാം തീയതിയാണ് ഞാൻ കണ്ണൂർ ജില്ലയിലെ കൈതേരിപ്പൊയിലുള്ള കോട്ടം നെയ്യമൃത് മഠത്തിൽ പോയത്. ഈ യാത്ര ഏറെ അവിസ്മരണീയമായിരുന്നു. ഇതിന് പ്രധാന കാരണം രഞ്ജിത്ത് മാഷും മധു കണ്ണോത്തുമൊക്കെ കൊട്ടിയൂർ ഉത്സവത്തെക്കുറിച്ചും നെയ്യമൃതിനെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി ആധികാരികമായി തന്നെ പറഞ്ഞു തന്നു. അപ്പോൾ ഇത് ഒരു വലിയ അറിവായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണുക. കൊട്ടിയൂർ പെരുമാളിനെക്കുറിച്ചും അവിടുത്തെ ഉത്സവത്തെക്കുറിച്ചും ഇതിൻ്റെ വൈശിഷ്ട്യങ്ങളെക്കുറിച്ചുമുള്ള അറിവ് നമുക്ക് തീർച്ചയായും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടുന്നതിനായി ഇത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ കൈതേരിപ്പൊയിലാണ് കോട്ടം ക്ഷേത്രവും അവിടുത്തെ നെയ്യമൃത് മഠവും. നല്ല പച്ചപ്പുള്ള വയലേലകളും തെങ്ങിൻ തലപ്പുകളും ഹരിതാപ ചാർത്തുന്ന സ്ഥലം. ജൂൺ 6-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ചിത്രീകരിച്ചത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും നെയ്യാട്ടം കഴിഞ്ഞിരിക്കും. നമസ്കാരം. നമ്മുടെ കൊട്ടിയൂർ ഉത്സവം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാലോ. വരുന്ന 8-ാം തീയതി, അതായത് ജൂൺ 8-ാം തീയതിയാണ് നെയ്യാട്ടം ആരംഭിക്കുന്നത്. അപ്പം അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങിലാണ് നമ്മുടെ ഈ ഒരു കൈതേരിപ്പൊയിൽ മഠത്തിലെ മുഴുവൻ വ്രതക്കാരും. അത് നമ്മൾ മെയ് 12-ാം തീയതി പ്രാക്കുഴം, ആ പ്രാക്കുഴം തുടങ്ങി 10 ദിവസത്തോളം. അപ്പം യഥാർത്ഥത്തിൽ ചോദ്യ നക്ഷത്രത്തിലാണ് പ്രാക്കുഴം തുടങ്ങുന്നത്. ഒരു മലയാള മാസത്തിലെ ചോദ്യ നക്ഷത്രം മുതൽ അടുത്ത മലയാള മാസത്തിലെ ചോതി ദിനമാവുന്നത് വരെയുള്ള ഒരു വ്രതക്കാലമാണ് നമ്മുടെ നെയ്യമൃത് എടുക്കുന്ന വ്രതക്കാർക്കുള്ളത്. അത് ഒരു 28 ദിവസമാണ്. ഒരു ചോദ്യ നക്ഷത്രത്തിൽ തുടങ്ങി അടുത്ത ചോദ്യ നക്ഷത്രത്തിൽ നെയ്യാട്ടം നടത്തുന്നത് വരെയുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിൽ കുറച്ചൊരു 10 ദിവസത്തോളം സ്ത്രീകളുടെ വെപ്പ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഭക്ഷണം. അവർ കുളിച്ചൊരുങ്ങി രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരു രീതിയാണ്. പക്ഷെ ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും അത് അവസാനിക്കുകയാണ്. നമ്മൾ വ്രതക്കാർ സ്വന്തമായി തന്നെ ഭക്ഷണം ഉണ്ടാക്കി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് പുറത്തൊക്കെ പോകുന്നതിനൊന്നും ആ സന്ദർഭങ്ങളിൽ വിലക്കൊന്നുമില്ല. പക്ഷേ നമുക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ പോലും കുളിച്ച് റെഡിയായിട്ട് വേണം നമ്മൾ ആ വെള്ളം കഴിക്കാനെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു കാലം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ മഠത്തിൽ കയറുന്ന ഒരു രീതിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചോതി തുടങ്ങി ചതയ നക്ഷത്രം വരെ ആകുമ്പോഴേക്കാണ് ആ ദിവസം മുതൽ നമ്മൾ വേറെ വെപ്പ് തുടങ്ങി. പിന്നീട് വരുന്ന ആയില്യം നക്ഷത്രം ആ ഒരു ദിവസം ആകുമ്പോഴേക്കും നമ്മൾ മഠത്തിൽ കയറുകയാണ്. ഈ മഠത്തിൽ കയറിയിട്ട് പിന്നീട് അതിൻ്റെ ഒരു 6 ദിവസം മഠത്തിൽ ആണ് നമ്മളുള്ളത്. പുറത്തെങ്ങും പോകാനുള്ള അനുമതി നമുക്കില്ല. എല്ലാവരും കൂടി ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കഴിക്കും. ആ സന്ദർഭത്തിൽ നമ്മളെ കാണുന്നതിന് വേണ്ടിയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും വരുന്ന സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഭക്തർക്കും ഒക്കെ ഇതിൻ്റെ പ്രസാദം നമ്മൾ അവർക്ക് നൽകുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഇപ്പോൾ ഈ ഒരു മഠത്തിൻ്റെ പ്രത്യേകത, കൈതേരിപ്പൊയിൽ മഠത്തിൽ നാളെ 7-ാം തീയതിയാണ് രാവിലെ 6 മണിയോടുകൂടി നമ്മൾ നെയ്യ് നിറച്ചുകൊണ്ട് നിറ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അത് പൂർത്തിയാകും. നാളെ രാവിലെ 7 മണിയോടുകൂടി നമ്മൾ ഇതിൻ്റെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഈ നെയ്യ് നിറക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം ചടങ്ങുകൾ നമുക്കുണ്ട്. അപ്പോൾ അത് ഒരു പാത്രമാണ്, മുരുട പോലെയുള്ള നെയ്യ് കിണ്ടി എന്നാണ് നമ്മളതിൽ പറയുന്നത്. ആ നെയ്യ് കിണ്ടിയിലാണ് ഇത് നെയ്യ് നിറയ്ക്കുന്നത്. ആ കിണ്ടിയിൽ നെയ്യ് നിറക്കുന്നതിന് മുന്നോടിയായിട്ട് ധാരാളം ചടങ്ങുകളുണ്ട്. അതിൽ നമ്മൾ കലശം കുളി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഈ കലശം കുളിച്ച് കഴിയുമ്പോഴാണ് ഈ വ്രതക്കാർ പെരുമാളാകുന്നത് എന്നുള്ള ഒരു ഐതിഹ്യമാണ്. പെരുമാളാവുക എന്ന് പറയുന്നത് സ്വയം ശിവനിലേക്ക് ലയിക്കുക, ശിവൻ്റെ പ്രതിരൂപമായി മാറുകയാണ് ഓരോ നെയ്യമൃതക്കാരും. അപ്പം അങ്ങനെ പ്രതിരൂപമായി കലശം കുളിച്ച് കഴിഞ്ഞ് ആ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നെയ്യ് നിറയ്ക്കുകയാണ്. ആ നെയ്യ് നിറക്കുന്നതിന്
നിറച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മളെ സാധാരണ കവുങ്ങിൻ്റെ ഈ പാള ചെത്തി വൃത്തിയാക്കിക്കൊണ്ട് അതിന് വായ്പൊതി കെട്ടി അത് കിട്ടുന്നതിനുള്ള നൂല്, ആ നൂല് നമ്മൾ എവിടെ നിന്നാണ് കണ്ടെത്തുന്നതെന്ന് വെച്ചാൽ ഈ പഴയ കൈ മുറിച്ചു കൊണ്ടുവന്ന് അത് വെള്ളത്തിലിട്ട് അതിൻ്റെ മുന്നിലുള്ള എല്ലാ ഇതും കളഞ്ഞതിന് ശേഷം നേരിയ നാരുണ്ട് അതിന്, ആ നാര് സംഘടിപ്പിച്ച് അത് ഉണക്കി ആ നാര് പിരിച്ചുകൊണ്ടാണ് ഈ നെയ്യ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള കെട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത്. അത് പ്രത്യേകം ഒരു പരിശീലനം അതിനാവശ്യമാണ്. അതിനെ കൊണ്ട് കയറ് പിരിച്ചതിന് ശേഷം ഈ നമ്മൾ പറഞ്ഞ നെയ്ക്കണ്ടി, ആ നെയ്ക്കണ്ടി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അതിനൊരു പിടിക്കുന്നതിനുള്ള പിടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. ആ ഒരു പ്രത്യേക തലമുറകളായി കൈമാറി വരുന്ന ചില ഒരു അറിവിലൂടെയാണ് അതൊക്കെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മളിവിടെ നെയ്യമൃത് കൊണ്ടുപോകുന്ന വ്രതം അത് തൽക്കാലം നമുക്ക് നിർത്തിവെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. കൊറോണ വന്നതിന് ശേഷം അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ വർഷം അത് നമ്മൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എല്ലാ വർഷവും ഈ ഒരു പ്രത്യേക പെരുമാളിൻ്റെ ഈ ഒരു നേർച്ച നമ്മൾ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാം. അതിൻ്റെ നെയ്യമൃത്തിൻ്റെ കിണ്ടിയും അതിനെ എങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ നേരിൽ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളെ സംബന്ധിച്ചോളം ഇന്നത്തെ കഞ്ഞിയോടുകൂടി നമ്മുടെ ഉച്ചക്കത്തെ കഞ്ഞി അവസാനിക്കുകയാണ്. ഇന്ന് രാത്രി അത്താഴം കഴിഞ്ഞ ഉടൻ തന്നെ പിന്നീട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആ നിലയിൽ നമ്മുടെ ധാരാളം സുഹൃത്തുക്കളും മറ്റ് അഭ്യുതകാംക്ഷികളും അതുപോലെ ഇതിൻ്റെയൊക്കെ പെരുമാളിനെ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന ധാരാളം ആൾക്കാർ ഇതിനകം തന്നെ ഇവിടെ സന്ദർശിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ അവർ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പലവിധ കാണിക്കകളും അർപ്പിക്കുകയാണ്. ഇവിടെ ഭക്ഷണമുള്ളത് കൊണ്ട് തന്നെ അരി കൊണ്ടുവന്നവരുണ്ട്, അതുപോലെ തന്നെ തേങ്ങ കൊണ്ടുവന്നവരുണ്ട്, പച്ചക്കായ ഇവിടെ കൊണ്ടുവന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ കഴിവിൻ്റെ പരമാവധി ഇവിടെ കൊണ്ടുവന്നു. അതിൽ ഇന്നേ ജാതി ഇന്നേ മതമൊന്നുമില്ല, എല്ലാവരും ഒരുമയോടുകൂടി വന്ന് ഇവിടെ സമർപ്പിക്കുകയാണ്. ആ സമർപ്പിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കി മാക്സിമം എല്ലാവർക്കും അതിൻ്റെ പ്രസാദം നൽകുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു 100 പേരെങ്കിലും ഉച്ചക്കഞ്ഞി കുടിക്കുന്നതിനും രാത്രിയത്തെ അത്താഴത്തിനുമൊക്കെ ചുരുങ്ങിയത് 100-100-ലധികം പേരെന്നെ എല്ലാ ദിവസവും ഇവിടെ വരാൻ വരുന്നുണ്ട്. അത് വന്ന് സായോജ്യം അടഞ്ഞുകൊണ്ട് ഭക്തർ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ തീവ്രമായ വ്രതമെടുത്തുകൊണ്ട് ചെയ്യുന്ന ഈ ചടങ്ങായതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിന് പ്രത്യേകം ഒരു ശ്രദ്ധയും ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് ഇതിനെയൊക്കെ എല്ലാവരും വീക്ഷിക്കുന്നത്. എൻ്റെ പേര് മധു. ഞാനിപ്പോൾ 4 വർഷമായിട്ട് നെയ്യമൃതിന് നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഈ കുടുംബക്ഷേത്രത്തിൽ തന്നെയാണ്. എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മളിവിടെയുള്ള ആധികാരിക രേഖകളും വെച്ചിട്ട് 1865 മുതലുള്ള പട്ടോല ഒരു ക്ഷേത്രത്തിൽ അവൈലബിളാണ്. പട്ടോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളിവിടെ വ്രതം എടുത്ത് ആൾക്കാർ നെയ്ക്കണ്ടിയായിട്ട് പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഒരു പട്ടോല വായിച്ച് നേൽക്കൂടുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ആ സമയത്ത് ആ നെയ്യമൃത് സംഘത്തിൽ ആ വർഷമുള്ള കാരണവരുടെ സ്ഥാനം മുതൽ എല്ലാവരുടെയും പേര് വിവരം അതിനകത്തുണ്ടാവും. അങ്ങനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ 1865 കാലഘട്ടം മുതലുള്ള പല ഓലകളും ഇവിടെയുണ്ട്. ചിലത് മിസ്സായിട്ടുണ്ട്. എന്നാൽ പോലും നമ്മുടെ മുതുമുത്തച്ഛന്മാരൊക്കെ അത് ചെയ്തതായിട്ട് ഇവിടെ രേഖയുണ്ട്. അപ്പോൾ അന്ന് ആ സമയത്ത് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. ഒന്ന്, അടിയന്തര യോഗം കൂടി നമ്മൾ ഈ പ്രാവശ്യം നെയ്യമൃതിന് കൂടാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, അർഹതയുണ്ടായിട്ടും അവരും നമ്മളും ഒക്കെ നെയ്യമൃത് നിൽക്കുന്നവരൊക്കെ ഒരു കാലുവര വെക്കുക എന്ന് പറഞ്ഞ ചടങ്ങ്, ചെറിയൊരു എമൗണ്ട് പെരുമാൾക്കും അതുപോലെ തന്നെ ദേവനും വേണ്ടി സമർപ്പിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പട്ടോല വായിക്കും. പട്ടോല 3 പ്രാവശ്യമായിട്ടാണ് പട്ടോല വായിക്കുന്നത്. അത് ശരിക്ക് പ്രക്കൂഴം മുതൽ, ചോതി നക്ഷത്രത്തിൽ ആ പ്രക്കൂഴം മുതൽ നമ്മൾ അവിടെ നെയ്ക്കണ്ടി ആടുന്നത് വരെയുള്ള ചടങ്ങുകളും അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതപ്പെട്ട ഓലയാണ്. ഇപ്പം നമ്മളത് പുസ്തകത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും ഒരു ലെറ്റർ സൈസിൽ ഒരു 3.5 പേജ് നീണ്ടു നിൽക്കുന്ന ഒരു ഡീറ്റെയിലിംഗ് ആണ് അതിനെ പറ്റിയിട്ടുള്ളത്. അതാണ് വായിക്കുന്നത്. അത് വായിക്കുന്ന ഓരോ നെയ്യമൃതകാരനും എന്താണ് ചെയ്യേണ്ടത്, പ്രധാനുഷ്ഠാനങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാവും. ഒപ്പം ആ സമയത്ത് ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾക്കും നെയ്യമൃതിനെ പറ്റി ക്ലിയറായിട്ടുള്ളൊരു പിക്ചർ കൊടുക്കാൻ ഇത് ഒതുങ്ങുന്ന ഒരു കാര്യമാണ്. അതിനെയാണ് എല്ലാ നെയ്യമൃതം മഠത്തിനനുസരിച്ച് ഇച്ചിരി വ്യത്യാസങ്ങളുണ്ടാവും. കാരണം അതിലെങ്ങനെ പോകണം, ഏത് ദിവസം പോകണം എന്നുള്ള കാര്യങ്ങളും കൂടി അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേശകാലത്തിനനുസരിച്ചുള്ള ചെറിയ വ്യത്യാസങ്ങൾ അതിലുണ്ടായേക്കാം, മഠം മുതൽ മഠം വരെ. എന്നാൽ പോലും എല്ലാ മഠക്കാരും അതത് മഠത്തിൻ്റെ പട്ടോലയാണ് ഫോളോ ചെയ്യുന്നത് എല്ലാ കാലത്തും. ഇപ്പം നമ്മളും ചെയ്യുന്നത് അത് തന്നെയാണ്.
അതുകൂടി വായിച്ച് രാത്രി കിടന്നുറങ്ങി രാവിലെ കഴിവതും വളരെ നേരത്തെ തന്നെ നടക്കുകയാണ് ചെയ്യുക. നമ്മൾ പൊതുവെ മുംബൈയുള്ള കാലഘട്ടങ്ങളിൽ നല്ലൂരാൻ സ്ഥാനത്ത് അവിടെയാണ്, അവരുടെ മഠത്തിലാണ് പോയി താമസിച്ച് വീണ്ടും നടക്കുകയാണ് ചെയ്യുന്നത്. അത് ഏതാണ്ട് ഒരു 55 കിലോമീറ്ററോളമുള്ള സ്പേസിൽ 30 കിലോമീറ്ററോളം ഒന്നാമത്തെ ദിവസം നടന്ന് ബാക്കി 25 കിലോമീറ്റർ അടുത്ത ദിവസം നടന്ന് ഏതാണ്ട് ഒരു 3-3:30 കൂടിയിട്ട് നമ്മൾ അക്കരെ കൊട്ടിയൂർ എത്തുന്ന രീതിയിലാണ് നമ്മളെ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട നെയ്യമൃത സംഘത്തിൻ്റെ യാത്ര വരുന്നത്. എൻ്റെ പേര് വിജയൻ എന്നാണ്. ഞാനിവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കോമരാണ്. 22 വർഷത്തോളമായി ഞാൻ ആചാരസ്ഥാനികരായിട്ട് ഇവിടെ ചേർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നെയ്യമൃതത്തിനിപ്പം 6 വർഷത്തോളമായി നെയ്യമൃതമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊട്ടിയൂരിലേക്ക് യാത്ര പുറപ്പെടുന്നു. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചിട്ടയോടുകൂടി തന്നെയാണ് ഇവിടെ നടന്നു പോകുന്നത്. ക്ഷേത്രത്തിന് തൊട്ടു മുന്നിലായി ഇതുപോലെ മനോഹരമായ ഒരു കുളം കാണാം. ഇവിടെ 6 പേരാണ് വ്രതമെടുത്ത് കുളിച്ചു പാർക്കുന്നത്. വളരെയേറെ പ്രത്യേകതയുള്ള ചില സ്ഥലങ്ങളുണ്ട്. അവിടെ എത്തിപ്പെട്ടാൽ മടങ്ങിപ്പോരാൻ തോന്നുകയേയില്ല. അത്രയേറെ പ്രകൃതി ഭംഗിയും നല്ല തണുത്ത കാറ്റും ഒരു പോസിറ്റീവ് വൈബും. ഞാനിത് 4 വർഷത്തോളമായി, 4 വർഷമല്ല 4 പ്രാവശ്യമായി നെയ്യമൃതം നിൽക്കുന്നത്. നമ്മൾ തലമുറയായിട്ട് എൻ്റെ അച്ഛനും ജ്യേഷ്ഠനും ഒക്കെ ഇതിന് നെയ്യമൃതം നിന്ന് ആ പരിചയം ചെറുപ്പം മുതലേ ഇത് കണ്ട് പരിചയമുള്ളതാണ്. അവർക്ക് തന്നെ 28 ദിവസത്തെ വ്രതമാണ്. 12 ദിവസം സ്ത്രീകൾ കുളിച്ച് അതിരാവിലെ കുളിച്ച് ഭക്ഷണം വെച്ച് തരും. അതിനുശേഷം 8 ദിവസം നമ്മൾ സ്വയം ഭക്ഷണം വെച്ച് കഴിക്കും. അതിനുശേഷം മഠത്തിൽ കയറി 7 ദിവസം മഠത്തിലും 7-ാം ദിവസം അതിരാവിലെ നെയ്യെടുത്ത് കൊട്ടിയിലേക്ക് എഴുന്നള്ളും. ഭക്ഷണ രീതി എങ്ങനെയാ? ഭക്ഷണ രീതി രാവിലെ കുളിച്ച് പ്രഭാതത്തിൽ നമ്മുടെ ചായ, അതിനുള്ള അവില്, പഴം, വെച്ചിട്ട് ഉപ്മാവാക്കും അല്ലേ? അത് കഴിക്കും. പിന്നെ വെള്ളം, പിന്നെ കഞ്ഞിക്കുള്ള വെള്ളം വെച്ച് വെള്ളിക്ക കറി, ചെറുപയർ പുഴുക്കും, മാങ്ങ കരക്കിയതും, ചക്കയും, പപ്പടം, തേങ്ങാപ്പൂട്, നമ്മൾ പെരക്ക് നാട്ടം അങ്ങനെ ഉണ്ടോ അല്ലേ? അതായി മാങ്ങേൻ്റെ പിന്നെ അതുപോലെ തന്നെ വാഴത്തടനെ കൊണ്ട് തട കൂട്ടി തടയും ഇലയും അല്ലേ? തടയും ഇലയും തടയല്ലേ അങ്ങനെ. അപ്പോൾ ഒരില കറിക്കും വെച്ച് അങ്ങനെ നമ്മൾ പ്ലാവില വെച്ച് 2 പ്ലാവില വെച്ച് ഇതിൽ നമ്മൾ പിന്നെ പുറമേ നിന്നുള്ള ഒരു മസാലയും ചേർക്കില്ല എന്നാ പറയുന്നല്ലേ? അങ്ങനെ തന്നെയാ പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു. ഇന്ന് എല്ലാം മാറി. കാരണം ഇന്ന് അങ്ങനെ എല്ലാവർക്കും സ്വന്തം എടുക്കാൻ കൃഷി ചെയ്യുന്ന വെള്ളരിക്കയായാലും മറ്റുള്ള ചെറുപയർ അല്ല, ഞാൻ പറയുന്ന മസാലകളില്ല. മസാലക്കൂട്ടം അല്ലേ? ഇല്ല, തീരെ ഉപയോഗിക്കില്ല. വലിയ ഉള്ളി അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കില്ല. പ്രകൃതിദത്തമായ കാര്യങ്ങൾ പരമാവധി അല്ലേ? അതല്ലേ ഈ ചക്ക, മാങ്ങ, അതുപോലെ ഈ വെള്ളരിക്കയും മാങ്ങയും ചേർത്തിട്ട് എന്തോ ഒരു കറി, അങ്ങനെ അതും പറയുന്നേക്കാം അല്ലേ? രാത്രി അങ്ങനെയുള്ള വിശേഷപ്പെട്ട സാധനം. അതെ അതെ. സത്യത്തില് ഉച്ചക്ക് കഞ്ഞി പൂർണ്ണമായിട്ട് ഇത് തന്നെയാണ്. സത്യത്തിലല്ല, നമ്മൾ 20-22 ദിവസത്തോളം ഈ കഞ്ഞിയും പുഴുക്കും ഇത് തന്നെയാണ്. മാറ്റം. അത്താഴത്തിന് മാത്രമാണ് നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ പെടുത്താനുള്ള റൈറ്റ് ഉണ്ട്. അത്താഴത്തിന് എപ്പോഴും പായസം, ഒരു മധുരമുള്ള ഒന്നുകിൽ പ്രഥമൻ അല്ലെങ്കിൽ അടപ്രഥമൻ അല്ലെങ്കിൽ പായസം, ഇതൊക്കെ നിർബന്ധമായിട്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് കൊട്ടിയൂരെ സംബന്ധിച്ചിടത്തോളം ഏത് ജാതി, സാമുദായികപരമായിട്ട് പറയുകയാണെങ്കിൽ ഏത് കാസ്റ്റിനും ഏതെങ്കിലും രീതിയിലുള്ള ഒരു അവകാശം കൊട്ടിയൂർ ക്ഷേത്രത്തിലുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നെയ്യാട്ടമാണ്, നെയ്യമൃതാണ് നമുക്കുള്ളത്. പക്ഷെ അത് ഒരു പർട്ടിക്കുലർ സമുദായം എന്നുള്ള രീതിയിലൊന്നും ആൾക്കാർ മാറ്റി നിർത്താതെ നാട്ടുകാർ ഏതാണ്ട് ഒരു 100 പേർക്ക് മിനിമം ഒരു നേരം ഭക്ഷണം ഇവിടുന്ന് കൊടുക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ 1500ഓളം അല്ലെങ്കിൽ 1800ഓളം ആൾക്കാർക്ക്
ഈ ഒരു 6 ദിവസത്തെ കാലയളവിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അത് എത്ര പുറത്തുനിന്നുള്ള ഇഷ്ടംപോലെ ആൾക്കാർ അതിന് വരുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്നുള്ളതല്ല, മുമ്പേ ഉള്ള വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയുള്ള പ്രായമുള്ളവരായാലും ചെറുപ്പക്കാരായാലും സ്ത്രീകൾ ഇതിനോട് കാണിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ്, അതിനകത്ത് ജാതി അതൊന്നും അതിനകത്തൊരു ഘടകം ഭയങ്കരമായിട്ട് അവർ രാവിലെ വെള്ളരിയായിട്ടായിരുന്നാലും ചക്കയായിട്ടാണെങ്കിലും വരികയും അത് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് അവർ പോകുന്ന ആ ഒരു ഇതും അവരുടെ ഒരു സ്വന്തം വീട് പോലെ തന്നെയാണ് ക്ഷേത്രത്തിനെ കാണുന്നത്. അത് ദേവസായിച്ചി ക്ഷേത്രത്തിന് അങ്ങനെയുള്ളൊരു പ്ലസ് പോയിന്റും ഉണ്ട്. എല്ലാവരും സ്നേഹിക്കും. അത് അവരെന്ന് അറിയാം, അവർ വേറെ ഒന്നല്ല കാണുന്നത്. ഈ കൊട്ടിയൂർ പെരുമാൾ എന്നുള്ള ഒരു സങ്കല്പം അല്ലെ, അല്ലെ പരമേശ്വരൻ അല്ലെ മഹാദേവൻ, ആ ഒരു സങ്കല്പമാണ് അവർ കാണുന്നത്. അല്ല, ക്ഷേത്രത്തിൽ കയറിയതോട് കൂടിയിട്ട് ഓരോ നെയ്യമൃതകാരനും പെരുമാളായി മാറും. പെരുമാളിന്റെ ഇപ്പോ കലശം കുളിക്കുന്നതോട് കൂടിയിട്ട് പൂർണ്ണ യോഗ്യനായി എന്നാണ്. അതിപ്പോ നെയ്യ് നിറച്ചോട് കൂടിയിട്ട് വ്രതം ഒരു പരിധിവരെ കഴിഞ്ഞു. അതുകൊണ്ടല്ലേ ഈ തൊടാൻ പാടില്ല എന്നു പറയുന്നത്. നമുക്ക് വിഗ്രഹം പോയി തൊടാൻ പറ്റൂല. അതുപോലെ ഈശ്വരന് സമായി മാറുക മനുഷ്യന്. അതിനാണ് ഈ മറ്റേ ശുദ്ധീകരണം കലശം കുളി, ആ ശുദ്ധീകരണം എല്ലാം മനസ്സും ശരീരവും ശുദ്ധീകരിക്കുക. അതുപോലെ തന്നെ ഈ ക്ഷേത്രം ശരിക്കൊരു ബ്രാഹ്മണ ക്ഷേത്രമായിരുന്നു മുമ്പേ. അതാണ് പിന്നെ കൈമാറിയിട്ട് വന്നത്. അതിന് ഏറ്റവും നല്ല കുറേ ഉദാഹരണങ്ങൾ. ഒന്നിവിടെ തെയ്യാണ് നടക്കുന്നതെങ്കിൽ പോലും കള്ളോ മാംസാദികളോ അങ്ങനെയൊന്നും പാടില്ല. ഒരു സാധനം ഇവിടെ ഇല്ല. പൊതുവെ ക്ഷേത്രത്തിന്റെ പല ക്ഷേത്രങ്ങളുടെ മുമ്പിൽ അങ്ങനെ കുളങ്ങൾ കാണില്ല. ഇതിപ്പോ വയലിന്റെ സൈഡില് കുളം മുമ്പില് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ടിപ്പിക്കൽ ഒരു അമ്പല സ്റ്റൈലിലുള്ള ഒരു പ്രതിഷ്ഠാ രീതിയാണ്. 3 പ്രതിഷ്ഠകളാണ് ഇവിടെ. നമുക്കിപ്പോ ഊർപ്പഴശ്ശിയും വേട്ടക്കൊരുമകനും ഒപ്പം പുള്ളിവേട്ടക്കൊരു മകനും, അങ്ങനെ 3 ഭഗവാൻ ശിവന്റെ അംശങ്ങൾ. വിഷ്ണുവിന്റെ അംശമാണ് എന്ന് പറയുന്നത്. വിഷ്ണുവിന്റെ പൂർണ്ണമായിട്ട് ശിവൻ. പുള്ളിവേട്ടക്കൊരുമകനും ശിവന്റെ പുത്രനാണ്. അപ്പൊ ആ രീതിയിലൊക്കെ നോക്കുമ്പോ ഇതിന് ദൈവത്താർ കോട്ടം എന്നാണ് ഇത് പണ്ട് അറിയപ്പെടുന്നത്. ദൈവത്താർ കോട്ടം തന്നെയാണ് രേഖകളിലും ഉള്ളത്. പിന്നെയാണ് അത് മാറി മാറി കോട്ടം എന്ന് മാത്രമായിട്ട് അവിടെ നമ്മളിപ്പോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നെയ്യമൃത് മുടങ്ങാതെ കൈമാറി കൊണ്ടുപോകാന്നുള്ളതാണ്. മുടങ്ങാതെ കൊണ്ടുപോകണം എന്നുള്ളത്. കാരണം അത് റെസ്ട്രിക്റ്റഡ് അല്ലേ അതിന്റെ ഡീറ്റെയിലിംഗ്. അത് നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും കൊണ്ടുപോകാൻ എല്ലാ വിഭാഗക്കാർക്കും ഉള്ളതല്ല. അത് പ്രത്യേക വിഭാഗക്കാർക്ക് പണ്ട് കാലം മുതൽ തന്നെ അനുവദിച്ച് നൽകിയ സ്പെഷ്യൽ റൈറ്റ് ആണ്. ആ പ്രിവിലേജ് വലിയൊരു പാവായി മാറും. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം, ഈ ഗുരു എന്ന് പറയുന്നതിന് ഇവിടെ ഭയങ്കര പ്രാധാന്യമുണ്ട്. അതായത് നെയ്യമൃത് സംഘത്തിൽ ഇവിടെ പ്രായമല്ല ഇവിടെ ഒരു ഘടകം. എത്ര പ്രാവശ്യം പെരുമാളെടുക്ക കിണ്ടി സമർപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ വിജയേട്ടൻ നമ്മുടെ കാരണവരാവുന്നത് പ്രായത്തിൽ മൂത്തത് കൊണ്ടല്ല. എത്ര പ്രാവശ്യം, അത് ചിലപ്പോൾ ചെറുപ്പക്കാരനാവാം, എത്ര പ്രാവശ്യം നെയ്ക്കിണ്ടി അവിടെ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് കാരണവരാവാനുള്ള യോഗ്യത പ്രായമല്ല. അതും ഇതിനകത്തൊരു വലിയ പ്രസക്തമായ കാര്യമാണ്. 90 വയസ്സുള്ള ഒരാൾ കന്നിക്കാരനാണെങ്കിൽ അദ്ദേഹം കന്നിക്കാരൻ തന്നെയാണ്. അദ്ദേഹം കാരണവർ പറയുന്ന 30 വയസ്സ് ഉണ്ട്. ഇതിലിപ്പോ നമുക്ക് പല സാഹചര്യങ്ങളെ കൊണ്ട് ബാലായ്മ പോല അങ്ങനെയുള്ള പ്രശ്നം, ആരോഗ്യ പ്രശ്നം കൊണ്ട് നിൽക്കാൻ പറ്റാത്തവരുണ്ട്. 10-20 വർഷത്തിന് കൂടുതൽ നെയ്യമൃത് എന്ന ആൾക്കാർ അന്നേരം വിജയേട്ടനാവില്ല. കാരണം ആ സമയത്ത് കൂടുതൽ തവണ പോയ ആൾക്കാരാണ് കാരണവരായിട്ട് വരുന്നത് സാധാരണ. അത് പറഞ്ഞല്ലോ, അതിൽ പട്ടോലയിൽ വളരെ ക്ലിയർ ആണ്. അതിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും പറ്റില്ല. അല്ലെങ്കിൽ ഇത് എന്താ പറയാ, നമ്മൾ ഈ പിന്നെ ആ കാര്യം ഏതിലും അങ്ങനെയായിരിക്കും അല്ലെ. ഏത് കാര്യമായാലും ഏറ്റവും കൂടുതൽ ഇപ്പം ശബരിമല ആയാലും അല്ലെ, പ്രായമല്ല അല്ല. അതെ. അതിലൊക്കെ പലതിലും വെള്ളം ചേർക്കലുണ്ട്, അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും. പക്ഷേ ഇത് ഒട്ടും പാടില്ല. കാരണം ഇത് റെക്കോർഡിക്കലാണ് ക്ലിയർ ആയിട്ട്. എങ്ങനെ യാത്ര പോകണം എന്നുള്ളത് പോലും അതിൽ ഡിഫൈൻഡ് ആണ്. അപ്പൊ നമുക്ക് ഒരിക്കലും എവിടെ വെച്ചിട്ട് കന്നിക്കാരനെ ഭസ്മം തൊടിപ്പിക്കണം അത് അതിലുണ്ട്. എവിടെ വെച്ചിട്ട് തലയിൽ ഈ നെയ്ക്കേണ്ടി ഏത് സമയത്ത് തലയിൽ വെക്കണം രേഖയിലുണ്ട്. ഇത് കൊട്ടിയൂരിന് ഏതാണ്ട് ഒരു 60-600 മീറ്റർ ഇപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മളവിടുന്ന് ഈ ഓംകാരമായിട്ട് പോകുന്ന നമ്മൾ ഹരിഗോവിന്ദം മാറിയിട്ട് ഹരിഗോവിന്ദത്തിലേക്ക് മാറി, അതായത് വിഷ്ണു ശിവനിലേക്ക് മാറിയിട്ട് ഓം നമശിവായ എന്നുള്ള രീതി മാറ്റി പിന്നെ ഹരി വിഷ്ണുവിലേക്ക് കൂടി എത്തുകയാണ്. അതാണ്. അപ്പൊ അത് മുതൽ തലയിലാണ് കിണ്ടി എഴുന്നള്ളിച്ചു പോകുന്നത്. അത്ര വളരെ ക്ലിയർ ആയതുകൊണ്ട് സംശയത്തിന് സ്കോപ്പില്ല. അതായത് കാരണവർ ഇല്ലെങ്കിലും കന്നിക്കാര് മാത്രമാണെങ്കിൽ പോലും ഡയറക്ഷൻ വളരെ ക്ലിയർ. അതൊക്കെയാണ് അത് ക്ലിയർ ആണ്. അതൊരു 3 പ്രാവശ്യം 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ മഠത്തിൽ നിൽക്കുമ്പോൾ പട്ടോല വായിക്കുക. ഒന്ന് ഈ പറഞ്ഞ ഉത്രം ദിവസം വായിക്കുന്നുണ്ട്, അന്ന് വായിക്കുന്നു. പിന്നെ നമ്മൾ പോകുന്നതിന്റെ തലേ ദിവസമാണ് വായിക്കുക, ഇന്ന് രാത്രി. അപ്പൊ നെയ്യമൃത് കാരണം കൂടെ നിൽക്കുന്നവരും
എന്താണ് നെയ്യമൃത് എന്നുള്ളതും എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ആ ഓലയിലേക്ക് കൂടി മനസ്സിലാവും. അതുകൊണ്ട് ഒരു ഭക്ഷണം കഴിച്ച് നിവേദ്യം വാങ്ങിച്ച് പോവുക എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ഭക്തർക്ക് അത് വളരെ ക്ലിയർ ആയിട്ട് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇപ്പോൾ വല്ലാതെ ശ്രമിക്കുന്നുണ്ട്. അതിനിപ്പോൾ സോഷ്യൽ മീഡിയ പോലെയുള്ളത് പോലും ഉപയോഗിക്കുന്നുണ്ട്. പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഫോട്ടോസോ എസ്റ്റാബ്ലിഷ് ചെയ്യാനല്ല, കണ്ടന്റ് പറഞ്ഞിട്ട് നമ്മൾ ഇന്നതൊക്കെയാണ് എന്ന് പറയാൻ ശ്രമിക്കാം. അതൊരു കടമയാണെന്ന്. അതുപോലെ തന്നെ ഈ നിഴൽ കൂടുക എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. അപ്പൊ അത് ഇന്ന് രാത്രി ആണ് നിഴൽ കൂടുന്നത്. അതായത് ഭക്ഷണത്തിന് മുമ്പായിട്ട് ആ നിഴൽ കൂടുക, പട്ടോല വായിച്ച് നിഴൽ കൂടുക. നിഴൽ കൂടുക എന്ന് പറയുമ്പോൾ തന്നെ അതായത് അവിടെ പിന്നെ ലൈറ്റെല്ലാം ഓഫ് ആക്കിക്കൊണ്ട് അതായത് ഒരു ഇരുടിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് ഈ ശിവനിലേക്ക് എത്തിക്കുക. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ശിവന്റെ പിന്നെ ഒരു ഭൂതഗണങ്ങളുണ്ട്, ആ ഭൂതഗണങ്ങളുമായിട്ട് കൂടിച്ചേരുക എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി അത് വേണം. അപ്പൊ അവരോട് കൂടി ചേരുകയാണ് നിഴലിൽ കൂടുക എന്ന് പറയുമ്പോൾ. നമ്മളെല്ലാവരും ശിവന്റെ പ്രതിരൂപമായി മാറുകയും ശിവന്റെ കിങ്കരന്മാരായി മാറുകയും ശിവനോട് കൂടി ചേർന്നുകൊണ്ട് അതിൽ ലയിക്കുകയും ചെയ്യുന്ന ഒരു സങ്കല്പമാണ് ഈ നിഴലിൽ കൂടുക എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു ചടങ്ങാണ്. അത് ഇന്ന് രാത്രിയാണ്. അതാണ് പോകുന്നതിന്റെ തലേന്ന്. അപ്പൊ പിന്നെ പോകുമ്പോഴേക്കും ശിവന്റെ ആ ഭൂതഗണങ്ങളുടെ ഒരു ഭാഗമായിക്കൊണ്ട് നമ്മൾ അവിടത്തേക്ക് നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിൽ പോയി. നമ്മൾ ഇന്ന് രാത്രി ഇപ്പൊ പാട്ടും പറഞ്ഞ നേൽക്കൂടൽ കഴിയുന്നതോടുകൂടി നമ്മൾ അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ എത്തിക്കേണ്ടത് അവരുടെ ചുമതലയായി മാറുകയാണ്. അപ്പൊ നമ്മുടെ കൂടെ തന്നെ അവരെ ഭൂതഗണങ്ങളോടും നമ്മളെ പരിരക്ഷ ഉണ്ടാവും എന്നുള്ള ഒരു സങ്കല്പമാണ് അതിലൂടെ. അത് രാവിലെ അവിടുന്ന് ചെനക്കിയിട്ട് നമ്മൾ അവിടുന്ന് പിന്നെ ചെനക്കുക എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ അത് ഒരു വേറെ തന്നെയാണ്. എന്നുള്ള ആ താളത്തിനനുസരിച്ച് ആ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് എല്ലാവരും അങ്ങോട്ടേക്കും. അതിനാണ് ചെനക്കുക എന്ന് പറയുന്ന വാക്ക്. ആ ശബ്ദം ഉണ്ടാക്കുന്നതിനെയാണ് ചെന എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലിപ്പോഴും കണ്ടിട്ടില്ലേ? അതായത് ചെനക്കേണ്ടത് ഈ ആദ്യം ചെനക്കുന്നത് എങ്ങനെ 2, 3 എന്നൊക്കെ ഉള്ളത് അത്ര പോലും കൃത്യമായിട്ട് ആദ്യം ഈ കാരണവർ അല്ലേ 3 തവണ ചെനക്കും. പിന്നെ ബാക്കിയുള്ളവരെ ഏറ്റുപാടി 3 തവണ, പിന്നെ അങ്ങനെ ഇത് 3 തവണയായിട്ട് ആകെ 3, 3, 3, 9 തവണ എല്ലാവരും കൂടി ഈ ഓങ്കാര ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു രീതി. നിങ്ങളെ ഇഷ്ടത്തിന് 10ഉം 15ഉം അർച്ചന നടത്തുന്നത് സാധാരണ. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ തുളസിയൊക്കെ അല്ലേ അർച്ചനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇതിൽ തുമ്പയാണ് അർച്ചന. പൂവല്ല, പൂവ് വിത്ത് തണ്ടാണ് അത് അർച്ചനയായിട്ട് അതെടുത്തിട്ടാണ് അർച്ചന ചെയ്തിട്ട് ചെനക്കുന്നത്. വിശേഷപ്പെട്ട പറയുമ്പോൾ തന്നെ ഒരു സന്തോഷം. അതെ. ഇത് സംഭവം ഞാൻ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം കുറ്റിയാട്ടൂർ ചെന്നിട്ട് നോക്കുമ്പോൾ ആ ചടങ്ങല്ലെന്ന് പറഞ്ഞാൽ ഒരു അസാധ്യമാണ്. നമ്മൾ ഈ ലോകത്തുനിന്നല്ല ഉണ്ടാവുക അതുപോലെയുള്ള ഒരു ഫീലിംഗ്. അതില്ലേ ഇപ്പൊ പട്ടോല വായിക്കുക പറഞ്ഞില്ലേ, പട്ടോല വായിക്കുമ്പോൾ തന്നെ നമ്മൾ വേറെ ലോകത്ത് എന്റെ പെരുമാളെ എന്നുള്ളൊരു വിളിയാണ്. അതാണ് ആ ഒരു വിളി എന്ന് പറയുമ്പോൾ പട്ടോല വായിക്കുമ്പോൾ ഈ നിയോഗം വരാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അത് അതിനോടുള്ള ഒരു എന്താ പറയുക, നമ്മൾ അർപ്പണം അല്ലേ, മാക്സിമം. നമുക്കൊന്നും ആ ലെവലിൽ എത്താൻ പറ്റുമോ എന്ന് അറിയില്ല. വരുമ്പോഴേക്കും അറിയാതെ മാറുകയാണ്. കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മനസ്സിനെ മാറി വീടുമായിട്ടുള്ള ബന്ധമുണ്ട്. ബാക്കിയുള്ള ചിന്തകളെല്ലാം പോയി അല്ലേ. വീട്ടിനെ പറ്റിയോ കുടുംബങ്ങളോ ആരോ ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ അറിയുന്നു. അപ്പൊ ഇതില്ലാത്തേക്ക് തന്നെ ലയിച്ചു. അങ്ങനെയാണ് നമ്മൾ നെയ്യ് നിറച്ച് അന്ന് രാത്രി പട്ടോല വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മുഴുവനായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് മുഴുകി. ശരിക്കും നമ്മൾ എവിടെയോ വായുവിൽ നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവുക. അതുപോലെ തന്നെ മഠത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വെളിയിൽ പോകണ്ടെങ്കിൽ ഈ ഓങ്കാര ശബ്ദവും പുറപ്പെടുവിച്ച് കയ്യിൽ ചൂരൽ വളയും ഇട്ടിട്ട് വേണം പുറത്തോട്ട് പോകാൻ. ആരെങ്കിലും വഴിയിൽ നിൽക്കുകയാണെങ്കിൽ അവർ ശകല മാറി നിൽക്കുക. പിന്നെ ഇത് തന്നെ ഈ നമ്മളെ ശുദ്ധതയിലേക്ക് വരുന്നത് കൊണ്ടുള്ള ഒരു ഇതാണ് ഒരു പ്രൊട്ടക്ഷൻ. അപ്പോൾ നമ്മൾ കാണുന്നവർക്കും നമ്മളോട് ഒരു ഭയഭക്തി, ഒരു ആത്മീയത അവർക്ക് പ്രകടിപ്പിക്കും. പിന്നെ നമ്മളൊരു പ്രദേശത്ത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മളിലുള്ള ചൈതന്യം കൂടി അവർക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരിക്കും നമ്മളുണ്ടാവുക. കുടുംബത്തിനും നമ്മുടെ നമ്മുടെ സന്തതി പരമ്പരകൾക്ക് അതിൻ്റെ ഒരു അഭിവൃദ്ധി ഉണ്ടാവും. മറ്റൊരു നിയമത്തിന്റെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ ആദ്യത്തെ ലാസ്റ്റ് ചടങ്ങനായ കലം കൊണ്ടുവന്നതും നമ്മുടെ അതേ സമുദായത്തിൽപ്പെട്ട ഒരാൾക്കാണ്. അതായത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് കൊണ്ടുവന്നത്. നല്ലവരാന്ന് പറയും അത് മുഴക്കൊന്ന്. അപ്പൊ ഈ 2 ചടങ്ങുകളും അവിടെ അവകാശമുള്ള ഒരു സമുദായം. നമുക്ക് 2 അവകാശങ്ങളുണ്ട്. കൊട്ടിയൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 അവകാശം. എല്ലാവർക്കും ഒന്നല്ലേ ഉള്ളൂ അല്ലേ.
നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്. അല്ലേ നമ്മളിടയിൽ നമ്മൾ പറയാറുള്ളത് നമുക്കത് പറഞ്ഞാൽ സ്വകാര്യ അഹങ്കാരം എന്ന് പറയാം. നമ്മളിലെ കൂടിയാണെന്ന് പറയും. തുടക്കവും ലാസ്റ്റും, അതായത് ഈ ശിവലിംഗത്തിന് ആഭരണം ഇങ്ങനെ ചെയ്യുന്നതും ചെയ്യതും ഇതിനെ കൊണ്ട് മറക്കുന്നത്, ഇതിനെ സുരക്ഷിതമായ നിലയിൽ കൊണ്ടു നടത്തുന്നതും നമ്മൾ കൊണ്ടുപോകുന്ന ആ ഗൂഢപൂജയുണ്ട് അല്ലേ? ഗൂഢപൂജ ഏറ്റവും അവസാനം ഗൂഢപൂജയാണ്. ആ ഗൂഢപൂജ ചെയ്തുകൊണ്ട് ശിവലിംഗത്തെ പിന്നെ മറവ് ചെയ്യാണ്. അഷ്ടബന്ധം അല്ലേ അതിനെ കൊണ്ട് ഈ കലശം കലത്തിനെ കൊണ്ട് യാഗാണല്ലോ, ഒരു സങ്കല്പം അങ്ങനെയാണല്ലോ. ആ യാഗത്തിന് സ്വാഭാവികമായിട്ടും എന്താ ധാരാളം ചെറു പാത്രങ്ങൾ ആവശ്യമാണ്. അപ്പൊ ആ പാത്രങ്ങളൊക്കെ നൽകാനുള്ള ചുമതല ഈ നല്ലൂരുള്ള നമ്മുടെ സമുദായത്തിലുള്ള നല്ലൂരാൻ അറിയപ്പെടുന്നവരാണ്. അത് മറ്റേ ഈ കാക്കയങ്ങാട് നമ്മുടെ ബന്ധുക്കളാണ്, അതെ അടിയന്റെ മക്കളാണ് മക്കളാണ് കൊണ്ടുപോകുന്നത്. അവരുടെ ഇവിടെ വരും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.